ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ലേണേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ മാത്തമാറ്റിക്സിൻ്റെ സിലബസാണ്. ദാറ്റ് ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. നമുക്കറിയാം, ഈ ഒരു മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ മൊഡ്യൂളും അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, MAT 201 ഇതാണ് നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ കോഡ്. അതുപോലെ തന്നെ 4 ക്രെഡിറ്റാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യങ്ങളാണ്. എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എങ്ങനെയാണ് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? 2 മെത്തേഡാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് എലിമിനേഷൻ ഓഫ് എ ആർബിറ്ററി കോൺസ്റ്റൻറ്റ്. നമ്മുടെ തന്നിട്ടുള്ള ഇക്വേഷനിൽ ആർബിറ്ററി കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് ആർബിറ്ററി ഫംഗ്ഷൻ. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ആർബിറ്ററി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നീട് വരുന്നതാണ് സൊല്യൂഷൻ ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നത്? ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ദാറ്റ് ഈസ് ഇക്വേഷൻസ് സോൾവബിൾ ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് ഓർഡർ, ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ, നോൺ ലീനിയർ ഓഫ് ദി ഫസ്റ്റ് ഓർഡർ, അതുപോലെ തന്നെ ചാർപിറ്റ്സ് മെത്തേഡ്, ചാർപിറ്റ്സ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അപ്പോൾ ബേസിക് ആയിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഒന്നാമത്തേത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, എങ്ങനെ ഒരു ലീനിയർ അതുപോലെ തന്നെ നോൺ ലീനിയർ PDE സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എല്ലാ മൊഡ്യൂളിനും നമുക്ക് 20 മാർക്കിനാണ് എക്സാമിന് വരിക. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടത് 3 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ഒരുപക്ഷെ എക്സാമ്പിൾ ചോദിക്കാം. എങ്ങനെ ഫോം ചെയ്യുന്നു? 2 രീതിയിലാണ്. ദാറ്റ് ഈസ് ആർബിറ്ററി കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം, ആർബിറ്ററി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലേ? അത് നമുക്ക് ഒറ്റ ടോപ്പിക്കായിട്ട് പഠിക്കാം, അഥവാ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും അത് ഫോം ചെയ്യുന്ന മെത്തേഡും. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും. ഓക്കെ, നമുക്കറിയാം 20 മാർക്കിനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാം. അപ്പോൾ ചുരുങ്ങിയത് ഒരു 7 ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കണം, അല്ലേ? 20 മാർക്കിനാണെങ്കിൽ ഓപ്ഷനും കൂട്ടിയിട്ട് 7 ക്വസ്റ്റ്യനെങ്കിലും മിനിമം ചോദിച്ചു കഴിഞ്ഞാൽ 20 മാർക്കിന് നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ടോപ്പിക്കിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയതൊരു 3-4 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനും അത് ഫോം ചെയ്യുന്നതും. രണ്ടാമത്തെ സൊല്യൂഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അത് ലീനിയർ ആണെങ്കിലും നോൺ ലീനിയർ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിലെ 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും, എത്ര ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, എന്താണ് സെക്കൻഡ് മൊഡ്യൂൾ? സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ ആൾറെഡി പറഞ്ഞു, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അപ്ലിക്കേഷനാണ്. ഇവിടെ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തേത് ദാറ്റ് ഈസ് വേവ് ഇക്വേഷൻ. ഓക്കെ, വേവ് ഇക്വേഷൻ. രണ്ടാമത്തേത് ദാറ്റ് ഈസ് ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 20 മാർക്കിന് എക്സാമിന് ചോദിക്കും. 20 മാർക്കിന് ഈ 2 ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും.
അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം ആൾറെഡി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങളായി അല്ലേ. 2016 യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു ഇയറിൽ സപ്ലിമെൻ്ററി എക്സാമും നമ്മൾ കൂട്ടുകയാണെങ്കിൽ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൾറെഡി റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ കംപ്ലീറ്റ് സൊല്യൂഷൻ, കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് പഠിക്കാനുള്ളത്? ഒന്ന് വേവ് ഇക്വേഷനെ കുറിച്ചും രണ്ടാമത്തെ ഹീറ്റ് ഇക്വേഷനെ കുറിച്ചും. എന്താണ് വേവ് ഇക്വേഷൻ, എന്താണ് ഡെഫിനിഷൻ, രണ്ടാമത്തെ ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ വേവ് ഇക്വേഷൻ്റെയും ഹീറ്റ് ഇക്വേഷൻ്റെയും പ്രൂഫ് നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്താണ്? 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ദാറ്റ് ഈസ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഡെറിവേഷൻ, സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, ഡി-അലംബേർഡ് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും എന്താണ്? ഒറ്റ ടോപ്പിക്കിൽ നിന്ന് വരുന്ന കണ്ടൻ്റാണ്, ദാറ്റ് ഈസ് വേവ് ഇക്വേഷൻ. ഇനി അടുത്തത് ഇതേപോലെ 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷനും അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷനും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് 10+2 അല്ലെങ്കിൽ 10+ മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും എൻ്റർലി കണക്റ്റഡ് ആണ്, ഒന്നിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 25+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 20 മാർക്കിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് 20 മാർക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 20 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും നോക്കാതെ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10+ മാർക്ക്. അത് കംപ്ലീറ്റ് സൊല്യൂഷൻ ശരിയാവണമെന്നില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം നോക്കുമ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻസ് കറക്റ്റ് ആവണമെന്നില്ല. അതിൻ്റെ ഏകദേശം സ്റ്റെപ്സുകൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10+ മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് തേർഡ് മൊഡ്യൂൾ? തേർഡ് മൊഡ്യൂളും 4th മൊഡ്യൂളും അതുപോലെ തന്നെ 5th മൊഡ്യൂളും എൻ്റർലി കണക്റ്റഡ് ആണ്. അപ്പോൾ ആൾറെഡി നമുക്കറിയാം നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ അഥവാ ഈ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ് അല്ലേ. 2 ടോപ്പിക് ഉണ്ട്. ഒന്നാമത്തെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമത്തെ കോംപ്ലക്സ് അനാലിസിസ്. ഫസ്റ്റ് 2 മൊഡ്യൂൾ അല്ലേ, ഒന്നാമത്തെയും അതുപോലെ തന്നെ രണ്ടാമത്തെയും മൊഡ്യൂൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും, നെക്സ്റ്റ് 3rd അതുപോലെ തന്നെ 4th, നെക്സ്റ്റ് 5th ഇത് കോംപ്ലക്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ ഈ ഒരു കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുന്നുണ്ട്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക, എങ്ങനെയാണ് ഗുണിക്കുക, അതുപോലെ തന്നെ കോൺജുഗേറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു ഹയർ ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3rd മൊഡ്യൂളിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. കോംപ്ലക്സ് അനാലിസിസിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിലും നമുക്ക് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഏതൊക്കെയാണ് അതിലെ ടോപ്പിക്ക്? ദാറ്റ് ഈസ് കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒന്നാമത്തെ എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ? ഇനി ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ലിമിറ്റ്, കണ്ടിന്യൂറ്റി എന്താണ്, ഡെറിവേറ്റീവ്, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് അതിനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. അതേപോലെ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ, ഫൈൻഡിങ് ഹാർമോണിക് കോൺജുഗേറ്റ്, അതുപോലെ തന്നെ കൺഫോമൽ മാപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഫസ്റ്റ് ഇത്രയും ദാറ്റ് ഈസ് കൺഫോമൽ മാപ്പിംഗ് വരെ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു മാപ്പിങ്ങിനെ വിളിക്കുന്നതാണ് കൺഫോമൽ മാപ്പിംഗ് അല്ലേ. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷനെ വിളിക്കുന്ന പേരാണ് കൺഫോമൽ മാപ്പിംഗ്. എപ്പോഴാണ് ഒരു മാപ്പിനെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. W = z², W = e⁻⁻z, sin z, cos z,
W=1/z. ഇതെല്ലാം ഒരു മാപ്പിംഗ് ആണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫിക്സ്ഡ് പോയിൻ്റ് എന്താണ്, ട്രാൻസ്ഫർമേഷൻ അഥവാ ആൾറെഡി നമ്മൾ കുറേ ട്രാൻസ്ഫർമേഷൻ ഇവിടെ പറഞ്ഞു അല്ലേ. W=z², e⁻z, അതുപോലെ തന്നെ 1/z, sin z, അതേപോലെ W=cos z. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കാരണം ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇതെല്ലാം. z², പോളിനോമിയൽ ഫംഗ്ഷന്, e⁻z, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, cos z, sin z, 1/z. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യം sin z ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ e⁻z ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കർവിനെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ UV പ്ലെയിനിൽ നിന്ന് W പ്ലെയിനിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യുന്നത്, ആ ജസ്റ്റ് അതിൻ്റെ ടെക്നിക്ക് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3rd മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി ഞാൻ പറയാം. ബേസിക് ആയിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണ്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കോഷി റീമാൻ ഇക്വേഷൻ എന്താണ് അതുകൊണ്ടുള്ള കാര്യം, ഹാർമോണിക് ഫംഗ്ഷനും അതുപോലെ തന്നെ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ കോൺസിൻ്റെ കോൺജുഗേറ്റ് എന്താണ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ചെറിയ അഥവാ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ലെങ്തി ക്വസ്റ്റ്യൻ അല്ല അല്ലേ. സെക്കൻഡ് മൊഡ്യൂൾ വേവ് ഇക്വേഷൻ, മീറ്റ് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻ ആണ് വരിക. ദാറ്റ് ഈസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, ഡെറിവേഷൻ ചോദിക്കാം. പക്ഷേ ഇവിടെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 20 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും 10 അല്ലെങ്കിൽ 12+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലാസ് ഫോക്കസ് ചെയ്യുന്ന മാത്തമെറ്റിക്സ് നല്ലപോലെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അത് ആൾറെഡി ഞാൻ പറയാറുണ്ട്. അഥവാ മാത്തമെറ്റിക്സ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അവർക്കാണ് നമ്മളിവിടെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഷുവറായിട്ട് പറയണേ. ഓക്കെ, അപ്പോൾ 3rd മൊഡ്യൂളിൽ കോംപ്ലക്സ് ഫംഗ്ഷനെ അല്ലെങ്കിൽ കോംപ്ലക്സ് വേരിയബിളിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി 4th മൊഡ്യൂൾ എന്താണ്, കോംപ്ലക്സ് വേരിയബിൾ ഇൻ്റഗ്രേഷൻ അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷനാണ്. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് ചെറിയ ടെക്നിക്ക് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം സാധാരണ ഇൻ്റഗ്രൽ നമുക്ക് ആൾറെഡി ടഫാണ് അല്ലേ. നമുക്കൊരു ഇൻ്റഗ്രൽ e⁻x cos 2x ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി നമുക്കൊരു ഇതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് പറയുക അല്ലേ. എക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ റിയൽ വാല്യൂഡാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ആണെങ്കിലോ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ z ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, പല ടൈപ്പിലുള്ള ഇൻ്റഗ്രൽ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് അതിലെ ഒന്നാണ് ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യും. എന്നിട്ട് കോംപ്ലക്സ് ഇൻ്റഗ്രലിലെ ഒരു ടൈപ്പ് ഇൻ്റഗ്രേഷനാണ് ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ഇതിലെ ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾക്കറിയാം അല്ലേ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതുപോലെ തന്നെ ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള മെത്തേഡ്. നെക്സ്റ്റ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്, യൂസ് ഓഫ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പാത്ത്. നെക്സ്റ്റ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ. ഇതെല്ലാം വളരെ സിമ്പിളാണ്. കോണ്ടൂർ ഇൻ്റഗ്രേഷൻ, ലൈൻ ഇൻ്റഗ്രേഷൻ എല്ലാം സിമ്പിളാണ്. അപ്പോൾ അതിന് സിമ്പിളാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ പറയുന്ന കുറച്ച് തിയറംസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒന്നാമത്തത് കോഷി ഇൻ്റഗ്രൽ തിയറം. ഇൻ്റഗ്രൽ സിമ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, ഒരു റിസൾട്ടാണ് കോഷി ഇൻ്റഗ്രൽ തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല അല്ലേ. വിത്തൗട്ട് പ്രൂഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത തിയറാണ് ദാറ്റ് ഈസ് കോഷി ഇൻ്റഗ്രൽ തിയറത്തിൽ കണക്റ്റഡ് ഡൊമൈനിലും അതുപോലെ തന്നെ സിമ്പിൾ ഡൊമൈനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിന്നൊക്കെ വരിക. ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും.
ഇനി അടുത്തത് കോഷി ഇൻ്റഗ്രൽ തിയറം, ആൾറെഡി കണക്റ്റഡ് ഡൊമൈന് കോഷി ഇൻ്റഗ്രൽ തിയറം. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കണക്റ്റഡ് ഡൊമൈനും അതുപോലത്തെ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനും നമുക്ക് ഈ തിയറി ഉപയോഗിക്കാം. അടുത്തതാണ് ദറ്റ് ഈസ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല. ഓക്കെ, കോഷി ഇൻ്റഗ്രൽ ഫോർമുല. എങ്ങനെയാണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കുന്നത്? അതേപോലെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് ഓഫ് എ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഒന്നാമത്തെ, എന്താണ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, എങ്ങനെയാണ് നമ്മൾ ഒരു ലൈൻ ഇൻ്റഗ്രലും അതുപോലെ തന്നെ ഒരു കോണ്ടൂർ ഇൻ്റഗ്രലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോണ്ടൂർ പറഞ്ഞാൽ എന്താ? നമുക്ക് 2 രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എലോങ് എ കർവ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എലോങ് എ ലൈൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എലോങ് എ ക്ലോസ്ഡ് റീജിയണിലും ഇങ്ങനെ സർക്കിൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബേസിക് കാര്യം തൊട്ട് ബേസിക് ടോപ്പിക് തൊട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ അപ്പോൾ എന്താണ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷന്, എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രലും അതുപോലെ തന്നെ കോണ്ടൂർ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതേപോലെ അത് കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് കോഷി ഇൻ്റഗ്രൽ തിയറം, അതുപോലെ തന്നെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം. ലാസ്റ്റ് ടോപ്പിക് ആൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ? ലാസ്റ്റ് ടോപ്പിക്ക് ദറ്റ് ഈസ് ടൈലർ സീരീസ് ആൻഡ് മെക്ലോറിൻ സീരീസ്. ഓക്കെ, വളരെ ബേസിക്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട് ടൈലർ സീരീസും മെക്ലോറിൻ സീരീസും. ഇതാണ് 4th യൂണിറ്റ്. അപ്പോൾ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെ യൂണിറ്റും കണക്റ്റഡാണ്. കംപ്ലീറ്റ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അതുപോലെ കോംപ്ലക്സ് വാരിയബിളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് 5ാമത്തെ ടോപ്പിക്ക് ഏതാ നോക്കാം. 5th മൊഡ്യൂള് ദറ്റ് ഈസ് റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ. 4th മൊഡ്യൂളിൽ നമ്മൾ ഇൻ്റഗ്രേഷനാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 അല്ലേ? പൊതുവേ ബുദ്ധിമുട്ടായി തോന്നും എല്ലാവർക്കും. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടായുള്ളവർക്ക് എന്തായാലും ഈ ടോപ്പിക്കെല്ലാം ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ നമ്മുടെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് തൊട്ട് അഥവാ സിമ്പിളായിട്ടുള്ള റിസൾട്ട് ബേസ് മാത്രമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അതേപോലെ ജസ്റ്റ് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂളിനും നിങ്ങൾക്ക് മിനിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും ആൾറെഡി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ടോപ്പിക്കാണ്? ഫസ്റ്റ് ലോറൻസ് തിയറം അല്ലേ? ലോറൻസ് സീരീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ തൊട്ട് മുന്നത്തെ നമ്മൾ 2 റെപ്രസെൻറ്റേഷൻ പഠിച്ചു അല്ലേ? ഒന്നാമത്തെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ മെക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ. അതേപോലെ മറ്റൊരു സീരീസ് റെപ്രസെൻറ്റേഷനാണ് ലോറൻസ് സീരീസ്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോറൻസ് സീരീസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗുലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോള്, റിമൂവബിൾ സിംഗുലാരിറ്റി, അതുപോലെ തന്നെ എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ റെസിഡ്യൂ എന്താണ്? ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഈ ഒരു തിയറം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോഷി റെസിഡ്യൂ തിയറം. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുന്നേ ഉള്ള എല്ലാ ടോപ്പിക്കും ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ലോറൻസ് സീരീസ് മുതൽ ദാറ്റ് ഈസ് ഇവിടെ സിംഗുലാരിറ്റി വരെ അല്ലേ? എസെൻഷ്യൽ സിംഗുലാരിറ്റി വരെ നമ്മൾ എന്തിനാണ് പറയുന്നത്? കോഷി റെസിഡ്യൂ തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തിനാണ് ഈ കോഷി റെസിഡ്യൂ തിയറം പറയുന്നത്? ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ 5th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതാണ് റെസിഡ്യൂ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഈ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താണ്? റെസിഡ്യൂ ഇൻ്റഗ്രൽ തിയറം, കോഷി റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ റെസിഡ്യൂ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി കോംപ്ലക്സ് ഫംഗ്ഷൻ മാത്രമല്ല, നമുക്ക് സൈനും കോസും വരുന്ന ദാറ്റ് ഈസ് റാഷണൽ ഫോമിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടേം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റാഷണൽ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രലും ഈ ഒരു തിയറൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതേപോലെയുള്ള ഇൻ്റഗ്രേഷൻ ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കോംപ്ലക്സിലെ റിസൾട്ട് ഉപയോഗിച്ച് ദാറ്റ് ഈസ്
indefinite integral, that is integral minus infinity to infinity some f of x dx ഇങ്ങനെ പോളൊന്നും കണ്ടെയ്ൻ ചെയ്യാത്ത ഡൊമൈനിൽ എന്താണ് ഇതിൻ്റെ ആൻസർ, ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ കോഷി റെസിഡ്യൂ തിയറം പറയുന്നത്. ഈ കോഷി റെസിഡ്യൂ തിയറം പറയണമെങ്കിൽ എന്താണ് റെസിഡ്യൂ പറയണമെങ്കിൽ എന്താണ് സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റി, പോള്, റിമൂവബിൾ സിംഗുലാരിറ്റി, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പഠിക്കുന്ന മൊഡ്യൂളും എന്തിനു വേണ്ടിയിട്ടാണ് അതിലെ ചെറിയ ടോപ്പിക് പോലും പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 5 മൊഡ്യൂളാണ് നമുക്ക് ഈ മാത്തമെറ്റിക്സ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് സിമ്പിളായിട്ട് 10+, ഞാൻ വളരെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. 10+ മാർക്ക്, 10ൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നും അറിയില്ല എന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അവർക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലും കൂടുതൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ മൊഡ്യൂളിൻ്റെയും ചെറിയ അഥവാ 5 അല്ലെങ്കിൽ ഒരു പക്ഷേ 10 15 മാക്സിമം 15 മിനിറ്റ് വരുന്ന ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും, വളരെ ബേസിക് തൊട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓരോ മൊഡ്യൂൾ, നമുക്കറിയാം 5 മൊഡ്യൂളാണ്, ഓരോ മൊഡ്യൂളിൽ നിന്നും എബൌട്ട് ഏകദേശം 10 12 13 ഏകദേശം 15ൽ താഴെയുള്ള നമ്പർ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു പക്ഷേ 12 ആയിരിക്കാം അല്ലെങ്കിൽ 13 ആയിരിക്കാം. അത് ഓരോ വീഡിയോയ്ക്കും നമുക്ക് 15 മാക്സിമം 15 മിനിറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യം വരുന്ന ഓരോ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ പഠിക്കണമെങ്കിൽ 2 ദിവസം ലാവിഷായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇരുന്ന് 2 ദിവസം കൊണ്ട് നമുക്ക് ഓരോ മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ മൊഡ്യൂളിനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സാമ്പിൾസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് തന്നെ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ആ പഠിച്ച കാര്യം തന്നെ 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ പറയാം, ഈ 5 മൊഡ്യൂളും വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ടൈമിനുള്ളിലുള്ള ഓരോ വീഡിയോസാണ്. നിങ്ങൾക്ക് ഒരു വീക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ മൊഡ്യൂളും ടൈം എടുത്തു കഴിഞ്ഞാലും ഒരു വീക്ക് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അതിൽ ഏതെങ്കിലും 1 2 ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് ഇത്രയും മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഇതിൻ്റെ ഓരോ വീഡിയോസും ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ എടുക്കുന്നത് മനസ്സിലാവുണ്ടോ ഇല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ള സത്യമാണോ അല്ലേ നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓരോ മൊഡ്യൂൾ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ നീറ്റായിട്ട് എഴുതി വെക്കുക. തരുന്ന പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടാത്ത മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസിലൂടെ ഒന്ന് ഓടിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you.